ഇതിൻ്റെ ഇടയ്ക്ക് വലിയ കുറേ വർഷങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലാണ്. അത് ഇല്ലെങ്കിൽ ഇത്രയും ഗ്രാമങ്ങളുടെ പേരും അത് നികുതി നമ്മൾ എടുക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ എഴുതുന്നതും വരാൻ വഴിയില്ല എന്നാണ് ഈ ആർട്ടിക്കിളിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അത് വലിയ ഒരു നമ്മുടെ ഹിസ്റ്ററിക്ക് എന്താ സംഭവിച്ചിരിക്കാം എന്നുള്ളതിന് ഒരു മറുപടി ആയിട്ടാണ് ആ ഒരു ഗവേഷണം. അതും കൊടുത്ത അത് എല്ലാവർക്കും അറിയാം. അതും ഈ ഗവേഷണം ഇതിൻ്റെ ഈ ചെമ്പ് ഈ തകട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊടുക്കാൻ ആ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, അതിൽ ഇതും ചേർത്തിട്ടുണ്ട്. ഇതിപ്പം കൊണ്ടുപോയോ? ഇത് അടുത്ത് തന്നെ കൊണ്ടുപോകും. ഇത് മോഡിജി വന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് ഇതാണ്. ഇവിടുത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും മോഡിജിയും കൂടി നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചെമ്പ് തകടുകളുണ്ടല്ലോ, കോപ്പർ പ്ലേറ്റ്, 21 ഇതെല്ലാം കൊണ്ടുവന്ന് മോഡിജിയുടെ അടുത്ത് കാണിച്ചു. മോഡിക്ക് സന്തോഷം, അതിശയമാണ്. ഇതാദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ഒരു 11ാം നൂറ്റാണ്ടിലെ ചെമ്പ് ആ തകടുകള് ഇപ്പൊ 21ാം നൂറ്റാണ്ടിൽ മോഡിജി കാണുന്നത് ഹോളണ്ടിലെ വെച്ചിട്ടാണ് ചെമ്പ് തകടുകൾ കാണുന്നത്. അപ്പോൾ നോക്കൂ, മോഡിജി ഒരു നാട്ടിൻ്റെ ഏറ്റവും തലവനാണ്, മുകളിലിരിക്കുന്ന ഒരു മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അത് കണ്ടു, മോഡിജി കാണിച്ചു കൊടുത്തു. അതിന് മുമ്പ് തന്നെ ഇത് അങ്ങോട്ടേക്ക് തിരിച്ച് തരാം എന്നും പറഞ്ഞു. അത് അടുത്ത് തന്നെ വരും. പക്ഷെ ഇത് കൊടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേ അവരാണ് ഇതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത്. അവരാണ് ഇത് അങ്ങോട്ട് കൊണ്ടുവരുന്നതും. അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യം ഗവൺമെന്റ് തീർച്ചയാക്കും ഇത് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആവാൻ നമുക്ക് ഉള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യം വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നു? 1968 ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു എന്താ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. ഞാനിത് പെട്ടെന്ന് വന്ന് 3ാമത്തെ ദിവസം ലൈബ്രറിയിൽ പോയി കാണുമ്പോൾ ഒരു കണ്ണാടി കൂട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഇത് എന്താന്ന് ചോദിച്ചാൽ അത് പലർക്കും അറിയുന്നില്ല. അവനോ എന്തോ സം മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻസൈഡ് എന്നാണ് പറഞ്ഞത്. തമിഴ് എഴുതിയിരുന്നത് അതാ ഞാൻ ആദ്യം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു ഇൻസ്ക്രിപ്ഷൻ ആണെന്നുള്ള. അടുത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ അന്നത്തെ തമിഴ് എഴുതിയ രീതിയും ഇപ്പോ തമിഴ് എഴുതുന്ന രീതിക്കും മറ്റേത് കൊടുന്തമിഴെന്നോ അങ്ങനെ മാത്രമല്ല അക്ഷരം ഉണ്ടല്ലോ, അത് ഇപ്പോ എഴുതുന്നതിനും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് പുറത്ത് നിന്ന് ഈ ചെറിയ കണ്ണാടി കൂടി ഒരു തകട് നമുക്ക് മെല്ലെ വായിക്കാൻ പറ്റും. അത് വായിക്കുമ്പോഴാണ് ഇത് തമിഴാണെന്നുള്ളത് അറിയുന്നത്. അത് പിന്നെ ഇത് നമ്മുടെ 11ാം നൂറ്റാണ്ടിലെ അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആ ചെമ്പ് തകടുകളാണ് ഇവിടുത്തെ ലൈബ്രറി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ശരിക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആയതെന്നാണ് ഈ ഇതിനെ പറ്റി റിസർച്ച് ചെയ്യണം. അത് ഇൻവോൾവ് ആകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എന്നാണിത്? ഇത് 68 ഞാൻ കണ്ടു. അത് 68 കണ്ട് പിന്നെ 68 തുടങ്ങി. ഇതിങ്ങനെയുള്ള ഒരു അപൂർവമല്ലേ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നു. നമുക്കത് മുഴുവനും അറിയണമല്ലോ. അപ്പോൾ അന്ന് തുടങ്ങി മുഴുവനും ഇതിനു വേണ്ടിയാണ്. നമുക്ക് വേറെ പല ഗവേഷണം അതുമൊക്കെ ഉണ്ട്, അതിലാണ് കൂടുതൽ. എന്നാലും ഇത് സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈബ്രറിയിൽ പോവും.
ഇത് അവർ പുറത്ത് കൊണ്ടുവരും. നമ്മൾ അവിടെ ഇരുന്ന് ഇത് ഈ തകടുകളുണ്ടല്ലോ എത്ര നമുക്ക് വായിക്കാൻ പറ്റുമോ അതെല്ലാം ഇങ്ങനെ വായിക്കും, നോട്ട്സ് എടുക്കും. പ്രത്യേകത ഉണ്ട്. ഈ തകട് അന്ന് എഴുതുന്നത് ഇപ്പം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതുന്നുണ്ടല്ലോ, അവരെഴുതിയത് ഓരോ അക്ഷരത്തിൻ്റെയും ആദ്യം ഈ ഡോട്ടുകൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു വാ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടി വാ എഴുതുക, അവര് ഈ വാ എന്നുള്ളതിന് കുറേ ഡോട്ടുകൾ ഇടും. ഇങ്ങനെ വന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് അവസാനം ഒരു ലൈനാക്കി എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ പല ഈ പൂർത്തിയാക്കാത്ത പല ഡോട്ടുകളും അതിലുണ്ട്. അത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് തെറ്റായിട്ടാണ് വരുന്നത്. പഴയ രാജരാജ ചോഴാവിന്റെ എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റാ അത്. ഈ ചെമ്പ് തകടുകൾ ഇങ്ങനെയുള്ള ചെറിയ 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 ചില തെറ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വാക്കുകൾ എഴുതുമ്പോൾ അക്ഷരം നമ്മൾ പഴയ ഉണ്ടല്ലോ തെറ്റ് വരുന്നത് അത് ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാനും ഇത് എനിക്ക് കുറെ സഹായമായിരുന്നു. പക്ഷെ ശരിക്ക് എനിക്ക് അതിലുള്ള ഗവേഷണം തുടങ്ങിയത് ഈ ഗ്രാമങ്ങളുടെ പേരാണ്. അതാണ് അത് ഈ ഡച്ച് റെക്കോർഡ് ഞാൻ വായിക്കുന്ന സമയത്ത് അതിലിങ്ങനെ അവര് അന്ന് നമ്മുടെ നാട്ടിലേക്ക് ഗവർണർ വരും, ഡച്ച് ഗവർണർമാർ വരും. അവരൊരു 3 വർഷം നമ്മുടെ നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് മാറി തിരിച്ച് ഹോളണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ അവർ വേറെ വല്ല ഒരു ഫംഗ്ഷനായിട്ട് പോകും. അപ്പോൾ ഇവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവർ നല്ല ഒരു റെക്കോർഡ് എഴുതും നമ്മുടെ രാജ്യത്തെ കുറിച്ച്, സ്ഥലങ്ങളെ കുറിച്ച്. അത് മാത്രമല്ല കച്ചവടം അതെങ്ങനെ പോകുന്നു, ആരൊക്കെയാ നമ്മുടെ നല്ല ഉത്തമ സുഹൃത്തുക്കളെ, ആരൊക്കെയാ നമ്മുടെ എതിരികൾ, ഇങ്ങനെയൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ്. ഒരു രാജാവിൻ്റെ കയ്യിലും എത്ര വലിയ ഒരു ആർമി ഉണ്ട്, അതിൽ എത്ര സോൾജേഴ്സ് ഉണ്ട്, ഇതെല്ലാം കംപ്ലീറ്റ് റെക്കോർഡ് കൊടുക്കും. കംപ്ലീറ്റ് റെക്കോർഡ് അങ്ങനെയുള്ള ഇതിലാണ് കണ്ടത്. പിന്നെ വേറെ ഈ നമ്മൾ പണ്ട് ഈ കാപ്പർ പ്ലേറ്റ്സ് എഴുതിയതുപോലെ ഡച്ചുകാർ വന്നപ്പോൾ അവർ സിൽവർ പ്ലേറ്റ്സ് എഴുതി. ഒരു വെള്ളി തകട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഭാഷയും അതിന്റെ പിൻഭാഗത്ത് അവരുടെ ഭാഷയും. ഇപ്പൊ ഒരു കോൺട്രാക്ട് വരുമ്പോൾ തഞ്ചാവൂർ നായക്കുണ്ട്, നായക്കിന്റെ അടുത്ത് പോയി ഒരു ഡച്ച് ഗവർണർ ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് ഗ്രാമങ്ങൾ വേണമെന്ന്. നായക്ക് പറഞ്ഞാൽ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് നമ്മുടെ ബീറക്കി മതമൊക്കെ ഇട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവർ രണ്ടാളും കൂടെ ഒരു കോൺട്രാക്ട് എഴുതി. ആ കോൺട്രാക്റ്റിന് ഒരു ഭാഗത്ത് മുഴുവനും ഡച്ചിലും മറ്റേ ഭാഗത്ത് മുഴുവനും തമിഴിലുണ്ട്. അതുപോലെ വേറെ ഒന്നിൽ ഡച്ചും തെലുഗും ഉണ്ട്. അപ്പോൾ ഈ ലോക്കലായിട്ടുള്ളവർക്ക് ഡച്ച് അറിയില്ല, കോൺട്രാക്ട് അല്ലേ. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ ഭാഷയിലും മറ്റേ ഭാഗത്ത് ഡച്ചിലും. അപ്പൊ ഇങ്ങനെ സിൽവർ പ്ലേറ്റ്സ് വരാൻ തുടങ്ങി, ഡച്ചുകാരെ വന്നപ്പോ. അതാ ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയത്, കോപ്പർ പ്ലേറ്റ്സ് ടു സിൽവർ പ്ലേറ്റ്സ് എന്ന്. ആ സിൽവർ പ്ലേറ്റ്സിലും നമ്മുടെ രാജരാജ ചോഴന്റെ കോപ്പർ പ്ലേറ്റ്സിൽ എങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നോ അതേപോലെയാണ് ഈ സിൽവർ പ്ലേറ്റ്സിലും. ഈ ഡച്ച് ഗവർണർ പെട്ടെന്ന് ഒരു രാജാവിന്റെ ഒരു അകമ്പടിയോടുകൂടിയാണ് അതിൽ എഴുതുന്നത്. ഒരു രാജാവിന് നമ്മൾ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് ആ പ്രശസ്തി പറയോ അതുപോലെ ഡച്ച് ഗവർണറെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഡച്ച് ഗവർണറും നമ്മുടെ രണ്ടാളും ഒരേ സ്റ്റേറ്റ് ഒരേ തളത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഡിസ്കഷൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അറ്റത്ത് എഴുതുന്നത് വല്ല നമുക്ക് വിവാദങ്ങൾ വന്നാൽ, അത് വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അപ്പോൾ ഈ ഡച്ചും ഈ കോൺട്രാക്റ്റും മാത്രമേ വാലിഡിറ്റിയുള്ളൂ, മറ്റേതില്ല. അങ്ങനെ ഞാൻ കുറെ സെയിം ആണോ ശരിക്കും? ട്രാൻസ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും
നമ്മുടെ ഭാഷയിൽ എഴുതുന്ന ഭാഗത്ത് ഇവരുടെ ഭാഷയിൽ എഴുതിയ പലതും ഇല്ല. ഇവർക്ക് അറിയില്ല, നമ്മുടെ നായകന് അറിയില്ല ഡച്ചിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയില്ല. അവർ ചില ഭാഗമൊക്കെ വിട്ടു. തുടങ്ങും ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ രാജരാജ ചോഴന്റെ ഇതിലുണ്ടായിരുന്ന സംസ്കൃതം ഉണ്ടായിരുന്ന പ്രശസ്തി ഉണ്ടല്ലോ, അതുപോലെ ഡച്ച് ഗവർണറുടെ പ്രശസ്തി, അത് പിന്നെ നായകന്റെ പ്രശസ്തി. അപ്പൊ നമുക്ക് ശരിക്കും നോക്കുന്ന സമയത്ത് നമ്മുടെ കാപ്പർ പ്ലേറ്റ്സ് പോലെ തന്നെ ഈ ഇവരുടെ സിൽവർ പ്ലേറ്റ്സും. അപ്പൊ അതിലും ഇങ്ങനെ ചില ഗ്രാമങ്ങളുടെയൊക്കെ പേരുകളെല്ലാം വന്നു. ആ സിൽവർ പ്ലേറ്റ്സ് ഇതുപോലെ വല്ല വന്നതാണോ അതോ? ആ സിൽവർ പ്ലേറ്റ്സ് ഡച്ചുകാരുള്ളപ്പോ എഴുതിച്ചതാണ്. അത് ഒഫീഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണോ അതോ അതെ, പെർമിഷൻ ആണോ അതോ? അതെ, അതും നമ്മുടെ നാട് വിട്ട് പോയി. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ആരും ഒന്നും സംസാരിക്കുന്നില്ല. അതെവിടെ പോയെന്നറിയില്ല. അറിയാം, ഇന്തോനേഷ്യക്ക് കുറച്ച് പോയി. അവിടെ ഉണ്ടോ? അവിടെ ഞാൻ അന്വേഷിച്ച് പോയപ്പോ അവിടെ ഇല്ല. അതൊരു മ്യൂസിയത്തിൽ പോയി, മ്യൂസിയത്തിൽ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഡച്ചുകാരുടെ കൈ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇന്നും അത് നമുക്ക് തിരിച്ച് അത് കിട്ടിയത് അവർ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടി. ചിലതൊന്നും പോയതൊന്നും ഇനി നമുക്ക് എവിടെ പോയി അത് കിട്ടില്ല, കിട്ടുമൊന്നുമില്ല. നമ്മുടെ മരതകവും അതെ പോയതൊക്കെ ഇനി ആരും കൊണ്ടുതരാനാ? ഇല്ല. അത് കിട്ടാനൊന്നും മാർഗമൊന്നുമില്ല. അത് നോക്കണം, അവർക്ക് മ്യൂസിയത്തിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത്. ഇപ്പൊ ഇതും നമ്മൾ കുറെ ഗവേഷണം ഈ കമ്മിറ്റീസ് എല്ലാം നോക്കി, എക്സ്പേർട്ട് കമ്മിറ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ വന്നത്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത് ചോഴ രാജാക്കന്മാരുടെയാണ്, ഇത് തമിഴാണ്, അവർക്ക് കുറേ കൾച്ചറൽ വാല്യൂ, ഹിസ്റ്റോറിക്കൽ വാല്യൂ ഒക്കെ ഉള്ളതാണ്. പിന്നെ അവരുടെ സമ്മതം ഇല്ലാതെ ആണ് നമ്മോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം. നല്ല ഒരു ഡിസിഷനാണ് അത്. അതുപോലെ ഇപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ പോയി തിരിച്ച് എന്ന് പറയാൻ വയ്യ. മെയിനായിട്ട് ഇവിടെ റിസർച്ച് ചെയ്യുമ്പം ഏതിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആസ്പെക്റ്റ് ആയിരിക്കുമല്ലോ റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസർച്ചിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് വെച്ചാൽ ഇപ്പൊ ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുറേ റെക്കോർഡ്സ് ഉണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് ഒരു ലാംഗ്വേജ് പോളിസി ഉണ്ട്. അവർ ലാംഗ്വേജ് പോളിസിയെ കുറിച്ച് പറയുന്നുണ്ട്. വെച്ചാൽ ഇവര് പല ലാംഗ്വേജ് സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ പോകുന്നത്. നമ്മുടെ മലബാർ, കേരള വന്നു, തമിഴ്നാട്ടിൽ വന്നു, പിന്നെ ആന്ധ്രയിൽ പോയിട്ടുണ്ട്, അതുപോലെ ഗുജറാത്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്. ഇവർക്ക് വരുമ്പോ ഈ ഭാഷ ഒന്നും അറിയില്ലല്ലോ. ഇവർ പിന്നെ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അതാണ് എൻ്റെ ഒരു ഗവേഷണ ആർട്ടിക്കിൾ. അതാണ് ഇതെങ്ങനെ ഇവർ തമ്മിൽ ഈ ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പൊ നായക്കും ഒരു ഡച്ച് ഗവർണറും കൂടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ. ഏത് ലാംഗ്വേജിൽ? എന്നിട്ടാണ് ഈ കോൺട്രാക്റ്റിൽ നിന്ന് വന്ന് ഇത്രയും ഗ്രാമങ്ങൾ നായക്ക് പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ലീസ് ചെയ്യാം, അതിന് എനിക്ക് ഇത്ര കാശ് തരണം എന്നുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പൊ ഇതിപ്പോ ഡച്ചുകാരെ എങ്ങനെ അറിയിക്കും? ഡച്ചുകാര് അവരുടെ മനസ്സിൽ തോന്നുന്നത് അവരെങ്ങനെ പറയും? അപ്പൊ അതുകൊണ്ട് അവര് നല്ല ഒരു ലാംഗ്വേജ് പോളിസി കൊണ്ടുവന്നിരുന്നു. അതിൽ ഒന്ന്, അവര് കേൾക്കുന്ന അതുപോലെ തന്നെ എഴുതുക. അവരുടെ പഴയ റെക്കോർഡ്സിലും എല്ലാം കേൾക്കുന്ന അതുപോലെ എഴുതുന്നത്. അതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ ആ സമയത്ത് മാത്രമല്ല ആ വാക്ക് അവിടെ ഉള്ളവർക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ പറ്റുക. അത് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ഗവർണർ വന്നാലും ഇത് മനസ്സിലാക്കാം പുള്ളിക്കും അത് തൻ്റെ സ്വന്തം ഭാഷയുടെ ശബ്ദങ്ങളിലാണ് അത് എഴുതുന്നത്. അത് എങ്ങനെ അവർ സംസാരിച്ച മാതിരിയാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ വാക്ക് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ അവർക്കും അത് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അവര് ലാംഗ്വേജിന് വേണ്ടി പിന്നെ വേറെ പോളിസി എടുത്തത്, നമുക്ക് നല്ല ട്രാൻസ്ലേറ്റേഴ്സ് വേണം. നല്ല ട്രാൻസ്ലേറ്റർ വേണമെങ്കിൽ
എങ്ങനെ എടുക്കാൻ പറ്റും? മലയാളിക്ക് ഡച്ച് അറിയില്ല, ഡച്ചുകാർ മലയാളി അറിയില്ല. അപ്പോൾ അവര് ഒരു പോളിസി എന്ന് വെച്ചാൽ ഈ ഡച്ച് അച്ഛനും ഈ ലോക്കലായിട്ടുള്ള അമ്മയും അങ്ങനെ അതിൽ ബന്ധത്തിലുണ്ടായിട്ടുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, അവർക്ക് രണ്ടും അറിയാം. അവർക്ക് രണ്ടും അറിയാം. ഓക്കെ ഓക്കെ, അത് ഭയങ്കര ഐഡിയ ആയിപ്പോയി. അതെ അതെ അതെ, അവരുടെ ഈ റെക്കോർഡിൽ തന്നെ, ഡച്ച് റെക്കോർഡിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വന്ന കുട്ടികളെ ഈ നമ്മൾ തർജ്ജമയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ശരി. എന്താ ആ കുട്ടികളുടെയൊക്കെ ഫാമിലി പേരൊക്കെ അച്ഛൻ്റെ പേരാണ്. അതെ, ഡച്ച് പേരാണ്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. നല്ല തർജ്ജമ, നല്ല പോലെ മലയാളം അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരെയാണ് ഇവര് ട്രാൻസ്ലേറ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിച്ചത്. പിന്നെ അതല്ലാതെ പോർച്ചുഗീസിന്റെ ഇവർക്ക് മുമ്പ് പോർച്ചുഗീസ് ഉണ്ടായിരുന്നല്ലോ, അവർക്ക് പോർച്ചുഗീസും മലയാളം അവരെയും ഈ ഡച്ചുകാർ ഉപയോഗിച്ചു. അത് ഇങ്ങനെയുള്ള കുട്ടികളെ ഉപയോഗിച്ചു. അവർ പറയുന്നുണ്ട് നമുക്കിത് ഇവർക്കെല്ലാം വയസ്സായിട്ട് റെക്കോർഡിക്കലായിട്ടുണ്ടോ, ഇങ്ങനെ റെക്കോർഡ്സ് ആയിട്ടുണ്ടോ ഇങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്? എന്താ അങ്ങനെ റെക്കോർഡ്സ് ആയിട്ടുണ്ടോ ഇങ്ങനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്? ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, ഗവേഷണത്തിൽ എഴുതിയിട്ടുണ്ട്. എവിടെയുണ്ട് ഇവരുടെ ലാംഗ്വേജ് പോളിസി എന്താ. ഇവരിത് ഈ ഒരു ഗവർണർ തിരിച്ചു പോകുമ്പോൾ ആ റിപ്പോർട്ടിൽ എഴുതുന്നുണ്ട്, നമുക്കിപ്പോൾ ഉള്ള ട്രാൻസ്ലേറ്റേഴ്സ് ഒരു ഫാദർ മാത്യൂസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും വയസ്സായിക്കൊണ്ട് വരുന്നു. അപ്പൊ ഇവർക്ക് ജോലി കൂടി കൊണ്ടുവരുന്നു. ഇത്രയും പേരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് എടുക്കണം. അതിന് ഒരു സോഴ്സ് എന്താ, ഇങ്ങനെയുള്ള കുട്ടികളാണ്. അതാവുമ്പോൾ അവർക്ക് രണ്ടും അറിയാമല്ലോ. അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ പറ്റി ഇവിടെ. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളും കൂടി എഴുതി. ഒരു 17th century and spoken മലയാളം. 17th centuryയിൽ നമ്മൾ എങ്ങനെ സംസാരിച്ചു എന്നുള്ളത്, അതിന് നമുക്ക് നമ്മുടെ ഈ ഗ്രാമറോ അതിലൊന്നും നമുക്കൊന്നും വിവരങ്ങളൊന്നുമില്ല. പക്ഷെ ഡച്ച് ഈ റെക്കോർഡ്സിൽ എങ്ങനെ സംസാരിച്ചു അതേപോലെ അവർ എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടും ഒരു ആർട്ടിക്കിൾ എഴുതി, സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് കേരള ഇൻ ദ 17th century എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല ഒരു അവസരം കിട്ടിയത് ഇതാ, ഇവിടെ വന്ന് പിന്നെ ഡച്ച് നല്ലോണം പഠിച്ചു. നല്ല ഡച്ചുകാരുടെ അതുപോലെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. വായിക്കാനും നമുക്ക് മനസ്സിലാക്കാനും എന്താ എഴുതാനും എല്ലാം. അപ്പോൾ അതിന് എനിക്ക് നല്ല ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് എന്നെ കൊണ്ട് കഴിയുന്നത്ര നല്ലപോലെ അത് ചെയ്തു. എന്തായാലും ഇത്രയും വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് വളരെ സന്തോഷം. കാരണം നേരിട്ടറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മളല്ലാതെ മീഡിയയിൽ കൂടെ ഒക്കെ അറിയുന്നതെന്ന് വെച്ചാൽ അത് വേറെ. ഏതായാലും കണ്ടതിലൊക്കെ വളരെ സന്തോഷം. നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാം. ആ രാജ്യം നമുക്ക് പലതും ചെയ്തു തന്നു. എന്താ അപ്പം അത് കഴിഞ്ഞ് അപ്പോ നമ്മുടെ അവരെല്ലാം തമിഴ് മക്കൾ എന്നാണ്. അതെ, അവർക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം. അത് അവരുടെ വലിയ ഒരു ഡിമാൻഡായി വന്നു. അപ്പോൾ അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഇതിപ്പോ ഒരു രാജ്യവും മറ്റേ രാജ്യവും തമ്മിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് വല്ല ഡിസ്കഷനും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഹോളണ്ടിൽ വന്നിട്ട് ഇത് ചോദിക്കാൻ പറ്റില്ല, ഇന്ത്യൻ വേണം. അപ്പോൾ ഇത് അവര് പിന്നെ കോർട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇരുന്നു. കോർട്ടിൽ കേസ് കൊടുത്ത് സുപ്രീം കോർട്ട് വരെ എല്ലാം പോയി ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത് ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഡിസ്കഷൻ തുടങ്ങണം എന്ന്. അപ്പൊ ഇത് കുറെ കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടില്. അവസാനം നമ്മുടെ ഇതിന് ഇനിഷ്യേറ്റീവ് ആരാണ് എടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്നാണോ ഒരു ഇനിഷ്യേറ്റീവ് വന്നത്? അവസാനം ഇത് കൊണ്ടുവരാനുള്ള നമ്മുടെ ഗവൺമെന്റാണ് ചെയ്തത്. ഇത് 2023 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്
ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ അടുത്ത് ഇത് തിരിച്ചു തരണം എന്ന് ചോദിച്ചു. അപ്പോൾ ലൈബ്രറിയുടെ അടുത്ത് ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് ലൈബ്രറിക്ക് അത് പെട്ടെന്ന് അത് തരാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഈ നാട്ടിലൊരു ചട്ടമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ ഇങ്ങനെയുള്ള പുരാതന വസ്തുക്കൾ, പൈതൃക വസ്തുക്കൾ ഉണ്ടല്ലോ, അത് ഇവിടെ ഉള്ളവര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം എന്നുള്ളതുണ്ട്. അത് ഇവിടുത്തെ റൂളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നു, നമ്മളിതൊക്കെ ശരിക്കും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ ചിലപ്പോൾ അവിടുന്ന് കട്ടുകൊണ്ട് വന്ന സ്വത്തായിരിക്കാം, അല്ലെങ്കിൽ അവർ തന്നതായിരിക്കാം. ഇത് എങ്ങനെ ഈ രാജ്യത്ത് എത്തി എന്നുള്ളതിന് ഞങ്ങൾ മുഴുവനും ഒരു ചെറിയ കമ്മിറ്റിയൊക്കെ വെച്ച് നോക്കട്ടെ. എന്നിട്ട് ഇത് നിങ്ങളുടെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്, നിങ്ങളുടെ സമ്മതം ഇല്ലാതെയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് അവസാനം അത് അറിയുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്നായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനൊക്കെ വന്നത്, ഒരു ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഉണ്ട്, ഇവിടുത്തെ ഒരു ഇവരിങ്ങനെ പല സാധനങ്ങളുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് സാധനമുണ്ട്, പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന സാധനങ്ങളുണ്ട്, ഇന്ത്യയിൽ നിന്ന് വന്ന സാധനമുണ്ട്, പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്ന സാധനങ്ങളുണ്ട്. ഇവര് എവിടെയെല്ലാം ഇവിടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഈ കൊളോണിയൽ കളക്ഷനാണ്. അത് ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടൊക്കെ വരുമ്പോൾ വല്ലവരും അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അത് ഈ കമ്മിറ്റി വരും. ഈ കമ്മിറ്റി അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തും. അത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് എന്തോ അതുപോലെ ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു കീഴ്വഴക്കം. അതേപോലെ യൂണിവേഴ്സിറ്റിയിലും വന്നു. യൂണിവേഴ്സിറ്റി ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി വച്ചപ്പോഴും ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് അറിഞ്ഞത്, ഇത് ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ബുദ്ധ സംഘത്തിന് കൊടുത്തതാ. ബുദ്ധ സംഘം ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥൻ നിന്ന് ഉടമസ്ഥന്റെ ഇഷ്ടം ഇല്ലാതെ, അല്ലെങ്കിൽ ഉടമസ്ഥന്റെ ആ ഒരു സമ്മതം ഇല്ലാതെ ഇവിടെ വന്നിട്ടുള്ള ഒരു സാധനമാണ്. അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ബുദ്ധ സംഘം ഇപ്പോൾ ഇല്ല. ഇത് തമിഴിലാണ്. ഇത് ബുദ്ധ സംഘത്തിന്റെ ആണ്. ഇത് കൊടുത്തത് ഒരു തമിഴ് ചോഴ വലിയ രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഉള്ളത് ഇന്ത്യൻ ഗവൺമെന്റാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഡിസിഷനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി എടുത്തു. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനും അത് അക്സെപ്റ്റ് ചെയ്തു. അതാണ് അവരിവിടെ ഗവൺമെന്റിനെയും അറിയിച്ചു. അത് ഗവൺമെന്റ് അറിയിച്ച് അത് ഇന്ത്യൻ ഗവൺമെന്റിനെയും ഇത് തിരിച്ചു കൊടുക്കാൻ സമ്മതമാണ് എന്നുള്ളത് അറിയിച്ചു. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ഇതിനു വേണ്ടി ഇതിന്റെ പിന്നിൽ നിന്ന് കുറേ കഷ്ടപ്പെട്ടാണ് ഇത് തിരിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അത് ഇതിന്റെ വലിയ ഒരു ക്രെഡിറ്റ് പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റാണ്. അവര് പലരും നാട്ടിൽ നിന്ന് വന്നു, പലരും നമ്മുടെ മിനിസ്ട്രിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഈ സാധനം കണ്ടിട്ട് ഞാനും പലപ്പോഴും അവരുടെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ എന്റെ കയ്യിലായിരുന്നു. കുറെ കാലം എന്റെ കയ്യിലായിരുന്നു. ഞാൻ 68 വന്നപ്പോ കാണുന്ന ഇതാ. 68 സാധനം കാണുന്നുണ്ട്. 68 അതൊരു ചെറിയ ഒരു കണ്ണാടി കൂട്ടിന്റെ ഉള്ളിലായിരുന്നു. നമ്മള് ലൈബ്രറിയുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആ എൻട്രൻസ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ഇതാണ്. അതിന് അത്രയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അന്ന് കൊടുത്തിട്ടുള്ളൂ. ഇത് ആർക്കും അറിയില്ല എന്താ സാധനം ഒന്നും.
അത് കഴിഞ്ഞ പിന്നെ പുതിയ ലൈബ്രറി ബിൽഡിംഗ് ഒക്കെ വന്നപ്പോൾ ഇത് വലിയ ഒരു 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 സേഫ് ആയിട്ടുള്ള ഒരു മുറിയൊക്കെ ഉണ്ടാക്കി ആ മുറിയുടെ ഉള്ളിൽ ഇട്ട പൂട്ടും താക്കോലൊക്കെ ഇട്ട് വളരെ സെക്യൂരിറ്റി ക്യാമറ ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ വെച്ചിരുന്നത്. പിന്നെ നമുക്ക് വല്ലവരും വേണമെങ്കിൽ എഴുതി കൊടുക്കണം, ആർക്ക് വേണം, ഇത് എന്താ ഗവേഷണത്തിനാണോ അല്ല വെറുതെ വന്ന് കാണാനാണോ, ഇതെല്ലാം എഴുതി കൊടുത്താലേ അവിടെ സെക്യൂരിറ്റി അതിൽ നിന്ന് 2 ആള് ഇത് മെല്ലെ മുകളിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്ന് നമുക്ക് ദൂരത്തൊക്കെ നിന്ന് കാണാം. അല്ല ക്ലോസപ്പിൽ തൊടാനോ എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ അന്നൊക്കെ ഉള്ളപ്പോ എന്റെ കയ്യിലിങ്ങനെ എടുത്തു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഫോട്ടോ ഉണ്ടോ? അത് ഫോട്ടോ ഇപ്പോ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇതിപ്പോഴും ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് അത് മനസ്സിലായി. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ അത് കാണിച്ചു തരാം. എന്റെ ഗവേഷണത്തിന് വേണ്ടി ഞാൻ എടുത്തതാണെന്ന്. അപ്പൊ അന്ന് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുണ്ടോ? ഇതിനെപ്പറ്റിയാണ് ഗവേഷണം നടത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. അതിന്റെ ഞാൻ ഒരു വലിയ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിളിന്റെ പേര് തന്നെ കാപ്പർ പ്ലേറ്റ്സ് ടു സിൽവർ പ്ലേറ്റ്സ്. ചോളാസ് അല്ലേ ഇത് കൊടുത്തത്. ചോളാസ് ഡച്ചിന്റെ കയ്യിലായിരുന്നു. ചോളാസ് ഡച്ച് ബുദ്ധിസം ഇതായിരുന്നു അതിന്റെ ടൈറ്റിൽ. അതിലെല്ലാം ഉണ്ട് കാപ്പർ പ്ലേറ്റ്സ് ടു സിൽവർ പ്ലേറ്റ്സ്, ചോളാസ് ഡച്ച് ആൻഡ് ബുദ്ധിസം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇത് 2001 ഞാൻ പബ്ലിഷ് ചെയ്ത ഒരു 10-30 പേജുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിൽ ഞാൻ ഈ കാപ്പർ പ്ലേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഡച്ചുകാർ വന്നപ്പോൾ അതാണ് ഗവേഷണത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം. ഈ ഡച്ച് റെക്കോർഡ്സിൽ ഈ കുറേ ഗ്രാമങ്ങളുടെ പേര് തിരിച്ച് വരുന്നുണ്ട്. അതിലും അവർ പറയുന്നുണ്ട് ഇവിടെ നിന്നൊന്നും ടാക്സോ നികുതി ഒന്നും വരുന്നു, പക്ഷെ കാരണം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നി എന്താ ഇങ്ങനെ ഈ ഗ്രാമങ്ങളുടെ പേരൊക്കെ തിരിച്ച് ഡച്ച് റെക്കോർഡിൽ വരുന്നത് എന്ന്. പിന്നെ ഞാൻ വെച്ചു എന്നാ പിന്നെ കാപ്പർ പ്ലേറ്റ്സിലും കുറെ ഗ്രാമങ്ങളുടെ പേരാണ്. ആ ഗ്രാമങ്ങളുടെ പേര് തന്നെയോ ഡച്ച് റെക്കോർഡ്സിലും വരുന്നത് എന്ന്. പക്ഷെ രണ്ടിനും അവിടെയും നികുതി പോയി ഒന്നും ചോദിക്കരുത്, ഇവിടെയും അത് തന്നെ. അപ്പോൾ ആ പേരുകളുണ്ട്. നമ്മുടെ കാപ്പർ പ്ലേറ്റ്സിൽ എഴുതിയതൊക്കെ നമ്മള് എഴുതുന്ന ഭാഷ. ഇവര് ഡച്ചുകാര് നമ്മൾ എഴുതുന്ന ഭാഷയല്ല, നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് അവരുടെ റെക്കോർഡ്സിൽ. അതെ, ഇപ്പോ ഒരു സ്ഥലത്തിന്റെ പേര് അവരെങ്ങനെ കേൾക്കുന്നോ അത് വേറെ അത് നമ്മുടെ ഈ സംസാര ഭാഷ ആ എങ്ങനെ ഉച്ചരിക്കുന്നോ അതിനെയാണ് അത് അവരുടെ അക്ഷരം. ഇപ്പൊ നമ്മൾ ഡച്ച് എഴുതുന്നു അതുപോലെ ഒറിജിനൽ ലാംഗ്വേജ് വരില്ല. അപ്പോ നമുക്ക് ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കമ്പയർ ചെയ്യണമെങ്കിൽ കുറെ പാടുണ്ട്. ഇതിൽ ഉള്ള ആ സ്പെല്ലിങ്ങും നമുക്ക് പഴയ സ്പെല്ലിങ്ങും ഒരേപോലെ അല്ല. അപ്പോൾ അത് എടുത്ത് ഇവര് ഏത് രീതിയിലാ ഏത് ശബ്ദത്തിനെ ഏത് രീതിയിലാണ് എഴുതുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് വേണം ചോഴ രാജാവ് അന്ന് കൊടുത്ത ഗ്രാമങ്ങളുടെ പേരെന്നെയോ ഇതിലും എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അവസാനം പറയുന്നുണ്ട്. ഈ കാപ്പർ പ്ലേറ്റ്സ് ഡച്ചുകാർ അവിടെ ഇരിക്കുമ്പോൾ നാഗപട്ടണത്തിലും ആ ഭാഗങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ കാപ്പർ പ്ലേറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അതന്നെ 11-ാം നൂറ്റാണ്ടും ഇവര് വന്നത് നമ്മുടെ 17-18 ഇതിൻ്റെ ഇടയ്ക്ക് വലിയ കുറേ വർഷങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലാണ്. അത് ഇല്ലെങ്കിൽ ഇത്രയും ഗ്രാമങ്ങളുടെ പേരും അത് നികുതി നമ്മൾ എടുക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ എഴുതുന്നതും വരാൻ വഴിയില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ ഞാൻ എഴുതിയിരിക്കുന്നത്. അത് വലിയ ഒരു നമ്മുടെ ഹിസ്റ്ററിക്ക് എന്താ സംഭവിച്ചിരിക്കാം എന്നുള്ളതിന് ഒരു മറുപടി ആയിട്ടാണ് ആ ഒരു ഗവേഷണം. അതും കൊടുത്ത അത് എല്ലാവർക്കും അറിയാം. അതും ഈ ഗവേഷണം ഇതിൻ്റെ ഈ ചെമ്പ് ഈ തേർഡ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊടുക്കാൻ
ആ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, അതിൽ ഇതും ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്തിട്ടുണ്ട്. ഇതിപ്പം കൊണ്ടുപോയോ? ഇത് അടുത്ത് തന്നെ കൊണ്ടുപോകും. ഇത് മോഡിജി വന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് ഇതാണ്. ഇവിടുത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും മോഡിജിയും കൂടി നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചെമ്പ് തകടുകളുണ്ടല്ലോ, കോപ്പർ പ്ലേറ്റ്, 2 21 3 ഇതെല്ലാം കൊണ്ടുവന്ന് മോഡിജിയുടെ അടുത്ത് കാണിച്ചു. ശരി. മോഡിക്ക് സന്തോഷം, അതിശയമാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള ഇത്രയും ഒരു 11ാം നൂറ്റാണ്ടിലെ ചെമ്പ് ആ തകടുകള് ഇപ്പൊ എത്ര 21ാം നൂറ്റാണ്ടിൽ മോഡിജി കാണുന്നത് ഹോളണ്ടിലെ വെച്ചിട്ടാണ് ചെമ്പ് തകടുകൾ കാണുന്നത്. അപ്പോ നോക്കൂ, മോഡിജി ഒരു നാട്ടിന്റെ ഏറ്റവും തലവനാണ്, മുകളിലിരിക്കുന്ന ഒരു മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അത് കണ്ടു, മോഡിജി കാണിച്ചു കൊടുത്തു. അതിന് മുമ്പ് തന്നെ ഇത് അങ്ങോട്ടേക്ക് തിരിച്ച് തരാം എന്നും പറഞ്ഞു. അത് അടുത്ത് തന്നെ വരും. പക്ഷെ ഇത് കൊടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേ അവരാണ് ഇതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത്. അവരാണ് ഇത് അങ്ങോട്ട് കൊണ്ടുവരുന്നതും. അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യം തീർച്ചയാക്കും, ഗവൺമെന്റ് തീർച്ചയാക്കും ഇത് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ഭാഗം ആവാൻ നമുക്ക് ഉള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളത്. അപ്പൊ ഇത് ആദ്യം വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നു. 1968 ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു, എന്താ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. ഞാനിത് പെട്ടെന്ന് വന്ന് 3ാമത്തെ ദിവസം ലൈബ്രറിയിൽ പോയി കാണുമ്പോൾ ഒരു കണ്ണാടി കൂട്ടിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഇത് എന്താന്ന് ചോദിച്ചാൽ അത് പലർക്കും അറിയുന്നില്ല. അവനോ എന്തോ സം മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻസൈഡ് എന്നാണ് പറഞ്ഞത്. തമിഴ് എഴുതിയിരുന്നത് അതാ ഞാൻ ആദ്യം നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി ഇത് ഒരു ഇൻസ്ക്രിപ്ഷൻ ആണെന്നുള്ള. അടുത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ അന്നത്തെ തമിഴ് എഴുതിയ രീതിയും ഇപ്പോ തമിഴ് എഴുതുന്ന രീതിക്കും മറ്റേത് കൊടുന്തമിഴെന്നോ അങ്ങനെ മാത്രമല്ല അക്ഷരം ഉണ്ടല്ലോ, അത് ഇപ്പൊ എഴുതുന്നതിനും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് പുറത്ത് നിന്ന് ഈ ചെറിയ കണ്ണാടി കൂടി ഒരു തകട് നമുക്ക് മെല്ലെ മെല്ലെ വായിക്കാൻ പറ്റും. അത് വായിക്കുമ്പോഴാണ് ഇത് തമിഴാണെന്നുള്ളത് അറിയുന്നത്. അത് പിന്നെ ഇത് നമ്മുടെ 11ാം നൂറ്റാണ്ടിലെ അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആ ചെമ്പ് തകടുകളാണ് ഇവിടുത്തെ ലൈബ്രറി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ശരിക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആയതെന്നാണ് ഈ ഇതിനെ പറ്റി റിസർച്ച് ചെയ്യണം. അത് ഇൻവോൾവ് ആകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എന്നാണിത്? ഇത് 68 ഞാൻ കണ്ടു. അത് 68 കണ്ട് പിന്നെ 68 തുടങ്ങി. ഇതിങ്ങനെയുള്ള ഒരു അപൂർവമല്ലേ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നു. നമുക്കത് മുഴുവനും അറിയണമല്ലോ. അപ്പോൾ അന്ന് തുടങ്ങി നേരെ മുഴുവനും ഇതിനു വേണ്ടിയാണ്. നമുക്ക് വേറെ പല ഗവേഷണം അതുമൊക്കെ ഉണ്ട്, അതിലാണ് കൂടുതൽ. എന്നാലും ഇത് സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈബ്രറിയിൽ പോവും. ഇത് അവർ പുറത്ത് കൊണ്ടുവരും. നമ്മൾ അവിടെ ഇരുന്ന് ഈ തകടുകളുണ്ടല്ലോ, എത്ര നമുക്ക് വായിക്കാൻ പറ്റുമോ അതെല്ലാം ഇങ്ങനെ വായിക്കും, നോട്ട്സ് എടുക്കും. പ്രത്യേകത ഉണ്ട്. ഈ തകട് അന്ന് എഴുതുന്നത് ഇപ്പൊ നമ്മള് കൈകൊണ്ട് ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതുന്നുണ്ടല്ലോ, അവരെഴുതിയത് ഓരോ അക്ഷരത്തിന്റെയും ആദ്യം ഈ ഡോട്ടുകൾ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു വാ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ വലിച്ചു നീട്ടി വാ എഴുതുക. അവര് ഈ വാ എന്നുള്ളതിന് കുറെ ഡോട്ടുകൾ ഇടും. ഇങ്ങനെ വന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് അവസാനം ഒരു ലൈനാക്കി എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പൂർത്തിയാക്കാത്ത പല ഡോട്ടുകളും
അതിലുണ്ട്. അത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് തെറ്റായിട്ടാണ് വരുന്നത്. പഴയ രാജരാജ ചോഴാവിന്റെ എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റാ. അത് ഈ ചെമ്പ് തകടുകളിൽ ഇങ്ങനെയുള്ള ചെറിയ 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 ചില തെറ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വാക്കുകൾ എഴുതുമ്പോൾ അക്ഷരം നമ്മൾ പഴയ ഉണ്ടല്ലോ തെറ്റ് വരുന്നത്, അത് ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാനും ഇത് എനിക്ക് കുറെ സഹായമായിരുന്നു. പക്ഷെ ശരിക്കും എനിക്ക് അതിലുള്ള ഗവേഷണം തുടങ്ങിയത് ഈ ഗ്രാമങ്ങളുടെ പേരാണ്. അതാണ് അത് ഈ ഡച്ച് റെക്കോർഡ് ഞാൻ വായിക്കുന്ന സമയത്ത് അതിലിങ്ങനെ അവര് അന്ന് നമ്മുടെ നാട്ടിലേക്ക് ഗവർണർ വരും, ഡച്ച് ഗവർണർമാർ വരും. അവരൊരു 3 വർഷം നമ്മുടെ നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് മാറി തിരിച്ച് ഹോളണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ അവർ വേറെ വല്ല ഒരു ഫംഗ്ഷനായിട്ട് പോകും. അപ്പോൾ ഇവര് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവർ നല്ല ഒരു റെക്കോർഡ് എഴുതും നമ്മുടെ രാജ്യത്തെ കുറിച്ച്, സ്ഥലങ്ങളെ കുറിച്ച്. അത് മാത്രമല്ല കച്ചവടം അതെങ്ങനെ പോകുന്നു, ആരൊക്കെയാ നമ്മുടെ നല്ല ഉത്തമ സുഹൃത്തുക്കളെ, ആരൊക്കെയാ നമ്മുടെ എതിരികൾ, ഇങ്ങനെയൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. ഒരു രാജാവിൻ്റെ കയ്യിലും എത്ര വലിയ ഒരു ആർമി ഉണ്ട്, അതിൽ എത്ര സോൾജേഴ്സ് ഉണ്ട്, ഇതെല്ലാം കംപ്ലീറ്റ് റെക്കോർഡ് കൊടുക്കും. കംപ്ലീറ്റ് റെക്കോർഡ് അങ്ങനെയുള്ള ഇതിലാണ് കണ്ടത്. പിന്നെ വേറെ ഈ നമ്മൾ പണ്ട് ഈ കാപ്പർ പ്ലേറ്റ്സ് എഴുതിയതുപോലെ ഡച്ചുകാർ വന്നപ്പോൾ അവർ സിൽവർ പ്ലേറ്റ്സ് എഴുതി. ഒരു വെള്ളി തകട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഭാഷയും അതിന്റെ പിൻഭാഗത്ത് അവരുടെ ഭാഷയും. ഇപ്പൊ ഒരു കോൺട്രാക്ട് വരുമ്പോൾ തഞ്ചാവൂർ നായക്കുണ്ട്, നായക്കിന്റെ അടുത്ത് പോയി ഒരു ഡച്ച് ഗവർണർ ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് ഗ്രാമങ്ങൾ വേണമെന്ന്. നായക്ക് പറഞ്ഞ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് നമ്മുടെ ബീറക്കി മതമൊക്കെ ഇട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവർ രണ്ടാളും കൂടെ ഒരു കോൺട്രാക്ട് എഴുതി. ആ കോൺട്രാക്റ്റിന് ഒരു ഭാഗത്ത് മുഴുവനും ഡച്ചിലും മറ്റേ ഭാഗത്ത് മുഴുവനും തമിഴിലും ഉണ്ട്. അതുപോലെ വേറെ ഒന്നിൽ ഡച്ചും തെലുഗും ഉണ്ട്. അപ്പോൾ ഈ ലോക്കലായിട്ടുള്ളവർക്ക് ഡച്ച് അറിയില്ല, കോൺട്രാക്ട് അല്ലേ. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ ഭാഷയിലും മറ്റേ ഭാഗത്ത് ഡച്ചിലും. അപ്പൊ ഇങ്ങനെ സിൽവർ പ്ലേറ്റ്സ് വരാൻ തുടങ്ങി, ഡച്ചുകാർ വന്നപ്പോ. അതാ ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയത്, കാപ്പർ പ്ലേറ്റ്സ് ടു സിൽവർ പ്ലേറ്റ്സ് എന്ന്. ആ സിൽവർ പ്ലേറ്റ്സിലും നമ്മുടെ രാജരാജ ചോഴന്റെ കാപ്പർ പ്ലേറ്റ്സിൽ എങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നോ അതേപോലെയാണ് ഈ സിൽവർ പ്ലേറ്റ്സിലും. ഈ ഡച്ച് ഗവർണർ പെട്ടെന്ന് ഒരു രാജാവിന്റെ ഒരു അകമ്പടിയോടുകൂടിയാ അതിൽ എഴുതുന്നത്. ഒരു രാജാവിന് നമ്മൾ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് ആ പ്രശസ്തി പറയോ അതുപോലെ ഡച്ച് ഗവർണറെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഡച്ച് ഗവർണറും നമ്മുടെ രണ്ടാളും ഒരേ സ്റ്റേറ്റ് ഒരേ തളത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഡിസ്കഷൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അറ്റത്ത് എഴുതുന്നത് വല്ല